കോഴിക്കോട് കൂടരഞ്ഞി സെയിന്റ് ജോസഫ് ആശുപത്രി ക്യാന്റീൻ പരിസരത്ത് യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം വേഗത്തിലാക്കണമെന്ന ആവശ്യവുമായി കുടുംബം രംഗത്ത്. അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. സെപ്റ്റംബർ 5-നാണ് കൂടരഞ്ഞി ചവലപ്പാറ സ്വദേശി അബിൻ ബനു ആശുപത്രി കോമ്പൗണ്ടിൽ ഷോക്കേറ്റ് മരിക്കുന്നത്. ഫെബ്രുവരി 5 എൻ്റെ മോൻ മരിച്ചിട്ട് 5 മാസമാവും. ഇന്ന് വരെ ഒരിതും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കേസ് എങ്ങനെയാണെന്നോ ഒന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു മോനാവൻ പോയത്. അതിൻ്റെ ഒരു മര്യാദയ്ക്ക് ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പം 5 മാസമാകും പോവാ. ഞങ്ങൾ ഉറക്കവും ഇല്ല, ഭക്ഷണവും ഇല്ല, എങ്ങോട്ടും ഇറങ്ങലില്ല. ഈ വീട്ടിലിരിക്കുക ഞാൻ. അതുകൊണ്ട് എന്താണെങ്കിലും ഞങ്ങൾക്ക് നീതി കിട്ടണം എൻ്റെ മോന്. അത് മാത്രമേ ഉള്ളൂ. ഇനി ആരെന്ത് പറഞ്ഞാലും എൻ്റെ മോന് നീതി കിട്ടണം. അത്രേ പറയാനുള്ളൂ എനിക്ക്. അബിൻ്റെ മരണമേൽപ്പിച്ച ആഘാതത്തിൽ നിന്നും ഈ കുടുംബം ഇതുവരെയും മുക്തരായിട്ടില്ല. ഏകമകൻ്റെ അകാല മരണത്തിൽ നീതി വേണമെന്നാണ് മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നത്. ഇതുവരെ അന്വേഷണമൊന്നും എവിടെ എത്തിയിട്ടില്ല. എന്തായി തീരുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. നല്ല നീതി ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ സംശയമുണ്ട്. ഇവരൊക്കെ അധികാരം, പണവും സ്വാധീനവും ഉള്ളവരായതുകൊണ്ട് എൻ്റെ മോൻ നീതി ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര സംശയമുണ്ട്. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നതായും അന്വേഷണം വൈകുന്നതിൽ ആശങ്കയുണ്ടെന്നും കുടുംബം ആരോപിക്കുന്നു. പോലീസുകാർ ഇതുവരെ കേസ് കോടതിയിൽ എത്തിച്ചിട്ടുമില്ല. അവർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ 1-2 പ്രാവശ്യം മരിച്ചതിന് ശേഷം 1-2 പ്രാവശ്യം വന്ന് പോയതേ ഉള്ളൂ. പിന്നീട് അവർ ഒരു വിവരമില്ല. ഒതുക്കുന്ന രീതിയിലൊരു സംശയമുണ്ട്. അങ്ങനെയാണ് അവരുടെ ഭാഗത്തെ നിലപാട്. അവർ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. പിന്നെ പുറമേന്നൊരു ഒരാളെ വെച്ചിട്ട് അങ്ങാണ്ട് എന്തോ കോംപ്രമൈസിന് ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് നമ്മളോട് വ്യക്തമായിട്ട് അവർ പറയുന്നുമില്ല, ഒന്നുമില്ല. ഇതുവരെ ഒരു തീരുമാനവും അവർ പറഞ്ഞിട്ടില്ല. ആശുപത്രിയിലെ അശാസ്ത്രീയ വയറിങ്ങും അപകടത്തിന് ശേഷം ആശുപത്രി അധികൃതർ ചികിത്സ വൈകിപ്പിച്ചതുമാണ് അബിൻ്റെ മരണത്തിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയത്. അബിൻ്റെ മരണം സംഭവിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് കോലോത്തുംകടവ് സ്വദേശിയായ സാദിഖിന് സമാന രീതിയിൽ അതേ സ്ഥലത്ത് വെച്ച് ഷോക്കേൽക്കുകയും അക്കാര്യം ആശുപത്രി അധികൃതരെ അറിയിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് മലയാളത്തിലൂടെയായിരുന്നു സാദിഖിൻ്റെ വെളിപ്പെടുത്തൽ. ന്യൂസ് മലയാളം വാർത്തയുടെ പശ്ചാത്തലത്തിൽ സെപ്റ്റംബർ 9 മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുകയും 15 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ താമരശ്ശേരി ഡിവൈഎസ്പിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ ഉത്തരവിറങ്ങി 4 മാസം പിന്നിട്ടിട്ടും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ താമരശ്ശേരി ഡിവൈഎസ്പിക്ക് സാധിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം ഷോക്കേറ്റതാണ് എന്ന് വ്യക്തമായിട്ടും കുടുംബം അയച്ച വക്കീൽ നോട്ടീസിന് ആശുപത്രി അധികൃതർ നൽകിയ മറുപടി അത്തരം ഒരു അപകടം ആശുപത്രിയിൽ സംഭവിച്ചിട്ടില്ല എന്നാണ്. അപകടം നടന്ന സമയത്തെ ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങളും ആശുപത്രിയിൽ പരിശോധന നടത്തിയ ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ റിപ്പോർട്ടും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് അന്വേഷണ റിപ്പോർട്ട് ഇനിയും വൈകിപ്പിച്ചാൽ പരസ്യ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങാനാണ് കുടുംബത്തിൻ്റെ തീരുമാനം. ബെൻസൺ ബാബു മങ്ങാട്ട്, ന്യൂസ് മലയാളം, കോഴിക്കോട്.